കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറി ഹബ് ചാനലിലെ അടുത്തൊരു കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ആ പഴയ തറവാടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ആ വലിയ മുറിയിൽ രാത്രിയുടെ നിശബ്ദത തളം കെട്ടി നിന്നു. ജനാലയ്ക്ക് പുറത്ത് പെയ്യുന്ന നനുത്ത മഴയുടെ ശബ്ദം ആ മുറിക്കുള്ളിലെ ഏകാന്തതയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ടിരുന്നു. മാധവ് ജനാലയ്ക്കൽ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പഴയ കാലത്തെ മനോഹരമായ ഓർമ്മകൾ തിരതല്ലുകയായിരുന്നു. അപ്പോഴാണ് ശ്രേയ പതുക്കെ അവൻ്റെ അരികിലേക്ക് നിശബ്ദമായി നടന്നു വന്നു ആ മുറിയിലെത്തിയത്. അവൾ ധരിച്ചിരുന്ന കടും നീല പട്ടുസാരിയുടെ ഉരസൽ ശബ്ദം ആ നിശബ്ദതയിൽ ഒരു സംഗീതം പോലെ മുഴങ്ങി. ആ മയങ്ങിയ വെളിച്ചത്തിൽ അവൾ ഒരു ദേവതയെപ്പോലെ സുന്ദരിയായി മാധവിൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് തെളിഞ്ഞു നിന്നു. ശ്രേയ മാധവിൻ്റെ പുറകിലൂടെ വന്ന് അവൻ്റെ തോളിൽ പതുക്കെ തൻ്റെ തല ചായ്ച്ചു മിണ്ടാതെ നിന്നു. ആ സ്പർശനത്തിൽ മാധവ് ഒന്ന് പിടഞ്ഞു. അവൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പെട്ടെന്ന് അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. അവൻ സാവധാനം തിരിഞ്ഞു നിന്ന് ശ്രേയയുടെ മുഖം തൻ്റെ 2 കൈപ്പിടിയിലൊതുക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ മങ്ങിയ വിളക്കിൻ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിലെ വിറയലും കാത്തിരിപ്പും മാധവ് പെട്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു. അവൻ തൻ്റെ വിരലുകൾ അവളുടെ ശരീരത്ത് പതുക്കി ചലിപ്പിച്ചപ്പോൾ ശ്രേയയുടെ ശ്വാസഗതി പെട്ടെന്ന് വേഗത്തിലായി. അവളുടെ ചന്ദനഗന്ധം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഇരച്ചു കയറി അവനെ പൂർണ്ണമായും ഒരു മയക്കത്തിൽ ആഴ്ത്തിക്കൊണ്ടിരുന്നു. മാധവ് കുനിഞ്ഞ് അവളുടെ കാതോരം പ്രണയത്തിൻ്റെ നിഗൂഢമായ വാക്കുകൾ മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. ആ ചൂടുള്ള നിശ്വാസം അവളുടെ കഴുത്തിൽ അഗ്നി പടർത്തുന്നത് പോലെ ശ്രേയയ്ക്ക് ആ നിമിഷം തോന്നി. അവൾ തൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിന് ചുറ്റും മുറുക്കി പിടിച്ച് അവനിലേക്ക് കൂടുതൽ അലിഞ്ഞു ചേർന്ന് നിന്നു. മാധവ് അവളുടെ നെറ്റിയിൽ നിന്നും തുടങ്ങി കണ്ണുകളിലൂടെ അവളുടെ അധരങ്ങളിലേക്ക് തൻ്റെ ചുംബനങ്ങൾ പടർത്തി. അതൊരു വലിയ ദാഹശമനമായിരുന്നു. വർഷങ്ങളായി അവർ ഉള്ളിലൊതുക്കിയ ആഗ്രഹങ്ങളുടെ ഒരു വലിയ പ്രവാഹമായിരുന്നു അത്. അവർക്കിടയിൽ വാക്കുകൾക്ക് പ്രസക്തിയില്ലാതായി. ഹൃദയമിടിപ്പുകൾ ഒരേ താളത്തിൽ ആ മുറിയിൽ മുഴങ്ങാൻ തുടങ്ങി. മാധവ് അവളെ സാവധാനം അവിടുത്തെ മൃദുവായ വലിയ മെത്തയിൽ ചേർത്ത് നിർത്തി പതുക്കെ കിടത്തി. ആ രാത്രിയുടെ തണുപ്പിനെ മാറ്റാൻ അവരുടെ ഉടലുകളിൽ നിന്നും പുറപ്പെട്ട പ്രണയത്തിൻ്റെ ചൂട് മാത്രം മതിയായിരുന്നു. ഓരോ സ്പർശനത്തിലും ഓരോ ചലനത്തിലും അവർ തങ്ങളുടെ ഉള്ളിലെ വർഷങ്ങളായുള്ള ദാഹം തീർക്കുകയായിരുന്നു അന്ന്. പുറത്ത് മഴ കനത്തപ്പോൾ മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ മറ്റൊരു വലിയ കൊടുങ്കാറ്റ് വീശുന്നത് പോലെ തോന്നി. പ്രായത്തിൻ്റെയോ ലോകത്തിൻ്റെയോ അതിർവരമ്പുകൾ തകർത്ത് 2 ആത്മാവുകൾ അന്നൊരൊറ്റ വികാരമായി മാറിക്കഴിഞ്ഞു. ഓരോ തവണയും അവർ പ്രണയത്തിൻ്റെ പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് പോലെ അവർക്ക് 2 പേർക്കും തോന്നി. ആ രാത്രിയുടെ അന്ത്യയാമം വരെ അവർ ആ പ്രണയക്കടലിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാം. ഒടുവിൽ തളർന്നു പോകുന്നത് വരെ അവർ ആ ഉന്മാദത്തിൽ തന്നെ മുഴുകിയിരുന്നു, പരസ്പരം ലയിച്ചു നിന്നു. പുലർച്ചെ വെളിച്ചം അരിച്ചു കയറുമ്പോൾ ശ്രേയ മാധവിൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് പതുക്കെ ഉറങ്ങുകയായിരുന്നു. ആ മുറിയിലെ അലങ്കോലപ്പെട്ട പുതപ്പുകളും അവരുടെ ശാന്തമായ ശ്വാസഗതിയും ആ രാത്രിയുടെ നിശബ്ദത സാക്ഷികളായി. മനോഹരമായ ഒരു സ്വപ്നം കണ്ടുണർന്നതുപോലെ അവർ പുലർച്ചെ പരസ്പരം നോക്കി ഒരു വട്ടം കൂടി പുഞ്ചിരിച്ചു. ആ പഴയ തറവാട്ടിലെ രാത്രി അവർക്കായി മാറ്റിവെച്ച ഏറ്റവും വലിയ നിധിയായി അവരുടെ ജീവിതത്തിൽ മാറി. പ്രണയത്തിൻ്റെ ആ പഴയ വാഗപ്പൂക്കൾ അവരുടെ മനസ്സിൽ എന്നും വാടാതെ നിലനിൽക്കുമെന്ന് അവർ അറിഞ്ഞു. മാധവ് അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി ചുംബിച്ചു. എന്നിട്ട് പുലരിയെ പ്രണയത്തോട് സ്വാഗതം ചെയ്തു. ഇനി വരാനിരിക്കുന്ന രാത്രികളെല്ലാം തങ്ങളുടേതാണെന്ന തിരിച്ചറിവ് അവർക്ക് വലിയൊരു സന്തോഷം നൽകി. ശ്രേയ അവൻ്റെ കൈകൾ മുറുക്കി പിടിച്ച് ആ സുരക്ഷിതത്വത്തിൽ ലയിച്ചുകൊണ്ട് തൻ്റെ കണ്ണ് പതുക്കെ അടച്ചു. പുറത്ത് പക്ഷികൾ ചിലയ്ക്കാൻ തുടങ്ങിയപ്പോഴും ആ മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ ഒരു നനുത്ത വെളിച്ചം അവശേഷിച്ചു. അങ്ങനെ ആ രാത്രി അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അനുരാഗ കഥയായി മാറ്റപ്പെട്ടു. മാധവ് പതുക്കെ എഴുന്നേറ്റ് ജനാല തുറന്നപ്പോൾ തണുത്ത കാറ്റ് വീണ്ടും മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറി വന്നു.
ശ്രേയ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി അവനെ നോക്കി മനോഹരമായി ഒന്നുകൂടി കണ്ണിറുക്കി ചിരിച്ചു. ആ ചിരിയിൽ തൻ്റെ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് മാധവ് അവളുടെ അരികിലേക്ക് വീണ്ടും പതുക്കെ നടന്നു. അവർക്കിടയിലെ ആത്മബന്ധം കേവലം ശരീരങ്ങൾക്കപ്പുറം ഹൃദയങ്ങൾ തമ്മിലുള്ള ലയനമായി മാറിക്കഴിഞ്ഞിരുന്നു. ആ രാത്രിയിലെ ഓരോ നിമിഷവും അവർ തങ്ങളുടെ ഉള്ളിൽ ഒരു മുദ്ര പോലെ പതിപ്പിച്ചു വെച്ചിരുന്നു. മഴത്തുള്ളികൾ ജനലിൽ നിന്നും ഇറ്റുവീഴുന്ന ശബ്ദം പോലും ഒരു നിമിഷം ഒരു സംഗീതമായി അവർക്ക് തോന്നി. മാധവ് അവളുടെ കൈകൾ തൻ്റെ മുഖത്തോട് ചേർത്ത് പിടിച്ച് ആ വിരലുകളിൽ പതുക്കെ ഉമ്മകൾ നൽകി. ശ്രേയയുടെ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ കടൽ ഇരമ്പുന്നത് അവൻ വ്യക്തമായി ആ മയങ്ങിയ വെളിച്ചത്തിൽ കണ്ടു. ലോകം ഉണരുന്നതിന് മുൻപേ അവർ തങ്ങളുടെ പ്രണയത്തിൻ്റെ സാമ്രാജ്യം ആ മുറിക്കുള്ളിൽ പൂർണ്ണമാക്കിയിരുന്നു. ഇനിയൊരു വിരഹം തങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലെന്ന് ആ നിശബ്ദതയിൽ അവർ പരസ്പരം ഉറപ്പിച്ചുകൊണ്ടിരുന്നു. പ്രണയമെന്നാൽ മറ്റൊരാളിൽ തന്നെ കണ്ടെത്തലാണെന്ന് അവർ ആ രാത്രി പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. മാധവ് അവളുടെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ തൻ്റെ വിരലുകൾ കൊണ്ട് പതുക്കെ ഒപ്പിയെടുത്തു. ശ്രേയയുടെ ശരീരം ഇപ്പോഴും ആ പ്രണയത്തിൻ്റെ ചൂടിൽ പതുക്കെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ വീണ്ടും തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആ സുരക്ഷിതത്വം അവൾക്ക് നൽകി. അവരുടെ ശ്വാസങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ മുറിയിൽ പ്രണയത്തിൻ്റെ സംഭാഷണങ്ങൾ തുടർന്നു. പുറത്ത് മഞ്ഞു പെയ്തു തുടങ്ങിയപ്പോൾ മുറിക്കുള്ളിലെ ചൂട് അവർക്ക് വലിയൊരു ആശ്വാസമായി മാറി. വാക്കുകൾക്ക് അതീതമായ ഒരു ആത്മബന്ധം ആ നിമിഷം അവർക്കിടയിൽ ദൃഢമായി. മാധവ്, ഈ രാത്രി ഇവിടെ അവസാനിക്കുമോ? ശ്രേയ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു. ഒരിക്കലുമില്ല. ഈ രാത്രി നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കം മാത്രമാണ്, അവൻ പറഞ്ഞു. അവൻ അവളുടെ കാതോരം ചെന്ന് പ്രണയത്തിൻ്റെ മറ്റൊരു രഹസ്യം കൂടി പതുക്കെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രേയയുടെ മുഖത്ത് മനോഹരമായ ഒരു ചെറുനാണം വീണ്ടും വിരിഞ്ഞു. അവൾ അവനെ ഒന്നുകൂടി മുറുക്കി പിടിച്ച് ആ പ്രണയക്കടലിൽ അലിഞ്ഞു ചേരാൻ വീണ്ടും കൊതിച്ചു. ആ തറവാടിൻ്റെ ചുവരുകൾ അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷികളായി നിശബ്ദമായി നിന്നു. മെഴുകുതിരി വെളിച്ചം അണയാറായപ്പോൾ അവരുടെ വികാരങ്ങൾ കൂടുതലായി ജ്വലിക്കാൻ തുടങ്ങി. മാധവ് അവളുടെ കൈവെള്ളയിൽ ചുംബിച്ചുകൊണ്ട് പ്രണയത്തിൻ്റെ പുതിയൊരു ലോകം അവൾക്ക് നൽകി. ശ്രേയയുടെ കണ്ണുകളിൽ നിന്നുള്ള സന്തോഷാശ്രുക്കൾ അവൻ്റെ തോളിൽ വീണു പതുക്കെ അലിഞ്ഞുപോയി. അവർ പ്രണയത്തിൻ്റെ ഓരോ പടവുകളും വളരെ സാവധാനത്തിൽ ആ രാത്രി ചവിട്ടിക്കയറി. ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ആ നിമിഷങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി. ഓരോ ചുംബനവും അവർക്ക് പുതിയൊരു ജീവിതത്തിൻ്റെ വാഗ്ദാനമായി ആ രാത്രിയിൽ അനുഭവപ്പെട്ടു. മാധവ് അവളുടെ മുടിയിഴകൾക്കിടയിലൂടെ തൻ്റെ വിരലുകൾ പതുക്കെ ഓട്ടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ ചർമ്മത്തിൻ്റെ മർദ്ദവും പട്ടുസാരിയുടെ മണവും അവനെ വീണ്ടും പ്രണയാതുരനായി മാറ്റി. അവർക്കിടയിൽ പ്രായത്തിൻ്റെയോ കാലത്തിൻ്റെയോ യാതൊരു അതിർവരമ്പുകളും അപ്പോൾ ബാക്കിയുണ്ടായിരുന്നില്ല. ശ്രേയ തൻ്റെ സർവസ്വവും അവനിൽ അർപ്പിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ പരകോടിയിൽ ആഴ്ന്നുപോയി. അവൻ അവളുടെ ഉടലിൻ്റെ ഓരോ രഹസ്യങ്ങളും സ്പർശനങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടേയിരുന്നു. പ്രണയം ഒരു ദിവ്യമായ അനുഭൂതിയായി ആ മുറിയിൽ പൂർണ്ണമായും നിറഞ്ഞു നിന്നു. പുലർച്ചയുടെ തണുത്ത കാറ്റ് ജനാലയിലൂടെ മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറി വന്നപ്പോൾ അവർ അറിഞ്ഞു സമയം എത്ര വേഗത്തിലാണ് കടന്നു പോയതെന്ന്. മാധവ് അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി ദീർഘമായി ചുംബിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്തു. ശ്രേയ അവൻ്റെ നെഞ്ചിൽ തൻ്റെ വിരലുകൾ കൊണ്ട് പ്രണയത്തിൻ്റെ അടയാളങ്ങൾ വരച്ചു കൊണ്ടിരുന്നു. ഇനി വരാനിരിക്കുന്ന ഓരോ പുലരിയും തങ്ങളുടേതാണെന്ന തിരിച്ചറിവ് അവൾക്ക് വലിയ ആശ്വാസം നൽകി. മാധവ് പതുക്കെ എഴുന്നേറ്റ് ശ്രേയയ്ക്കായി ഒരു പുതപ്പെടുത്ത് അവളെ പതുക്കെ പുതപ്പിച്ചു. അവളുടെ ഉറക്കച്ചടവുള്ള കണ്ണുകളിലെ തിളക്കം അവൻ ആസ്വദിച്ചുകൊണ്ട് അരികിൽ തന്നെ ഇരുന്നു. അവൾ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിപ്പിച്ച് ആ സുരക്ഷിതത്വത്തിൽ ലയിച്ചങ്ങനെ കിടന്നു. പ്രണയത്തിൻ്റെ ഈ ലഹരിയിൽ അവർക്ക് ഇനി ഒന്നും ഭയപ്പെടാനില്ലെന്ന് അവർക്ക് തോന്നി. മാധവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായി ശ്രേയയെ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ശ്രേയ തൻ്റെ ലോകം മുഴുവൻ അവൻ്റെ കൈപ്പിടിയിലാണെന്ന് മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ചു. അവർക്കിടയിൽ ആത്മബന്ധം ഇടപിരിയാത്ത നൂലുകൾ പോലെ ശക്തമായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ രാത്രി പകർന്നു നൽകിയ ഊർജം അവരുടെ വരുംകാല ജീവിതത്തിന് വലിയൊരു കരുത്തായി.